ത്രേതായുഗത്തിൽ യാഗങ്ങൾ നടത്തുന്നു അനുഗ്രഹം കിട്ടാൻ. പിന്നെ വരുന്ന ദ്വാപരയുഗത്തിൽ ശ്യാമവർണ്ണത്തിലാണ് വരുന്നത് ചതുർബാഹുവായിട്ട്. അവിടെ വേദ മന്ത്ര തന്ത്രങ്ങൾ കൊണ്ട് അനുഭവം ഉണ്ടാവുള്ളൂ. പിന്നെ വരുന്നത് കലിയുഗമാണ്. കലിയുഗത്തിൽ കൃഷ്ണവർണ്ണം നിശാകൃഷ്ണം സംഗോപംഗഭാഷണം യജ്ഞൈ സങ്കീർത്തനൈ പ്രജന്തി സുമേധസ. കലിയുഗത്തിൽ സംഗീതചക്ര കഥാപത്മധാരിയായി കറുപ്പ് നിറത്തിൽ അനുഗ്രഹം ഉണ്ടാവും. ആ കലിയുഗത്തിൽ ഭക്തന്മാർ എന്ത് ചെയ്യണം? നാമസങ്കീർത്തനം കൊണ്ട് ഭഗവത് അനുഭവം നേടിക്കൊള്ളണം. അപ്പൊ ഈ വേദാന്ത തത്വങ്ങളെല്ലാം പറഞ്ഞ ഭാഗവതം 18,000 ശ്ലോകമുള്ള ഭാഗവതത്തിന്റെ ഏറ്റവും അവസാനത്തെ ശ്ലോകം എന്ന് പറയുന്നത് നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിംബരം. നാമസങ്കീർത്തനം കൊണ്ട് ദുഃഖവും ഇല്ലാതാവും, പാപവും ഇല്ലാതാവും, ശുദ്ധസാത്വികമായ ജ്ഞാനവും ഭക്തിയും ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ കലിയുഗത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. വലിയ കട്ടപ്പാടിന്റെ ആവശ്യമൊന്നുമില്ല. വേണ്ടതുപോലെ ഭക്തിയോടുകൂടി ഭഗവത്നാമം ജപിക്കുക. അതാണ് പറഞ്ഞത്. ഇവിടെ സംഗ്രഹം വായിക്കാൻ പോവാണ്. സംഗ്രഹത്തിന്റെ അവസാനം പറയും ഹരയെ നമ ഇത്യുച്ചേർന്നുച്ചതേ. ദുഃഖത്തിൽ വീണ് കിടക്കുന്നവർക്ക് അതിൽ നിന്ന് കരകയറാനുള്ള മാർഗം ഹരേ നമാന്ന് ഭഗവത് നാമം ഉച്ചത്തിൽ ചോദിച്ചാൽ മതി. ഇതാണ് കലിയുഗത്തിൽ. ഇവിടെ നമ്മൾ നാമം ജപിക്കത്തില്ല, ബാക്കി എല്ലാ പണിയും ചെയ്തു കളയും. അതാണ് നാമജപം എന്ന് പറയുന്നില്ല. വേറെ എന്തെല്ലാം കാട്ടിക്കൂട്ടാം, അതെല്ലാം കാട്ടിക്കൂട്ടും. കലിയുഗത്തിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ചെറിയ സംഭവമാണ്. ചെറിയ ചെറിയ കർമ്മങ്ങളിലൂടെ വലിയ വലിയ അനുഭവം നേടാൻ പറ്റുന്ന കാലമാണ് കലിയുഗം. അതുകൊണ്ട് വേണ്ട പോലെ ജപിച്ചോളണം. പലതും പറഞ്ഞു പകൽ കളയുന്നതാവുതവ തിരുനാമകീർത്തനം ഇതധിനായി വരേണമിക കലിയായ കാലമിതിൽ അതുകൊണ്ട് മോക്ഷഗതി എളുതെന്ന് കേൾപ്പൂ. നാമം ജപിക്കാൻ എന്താ വിഷമം? ശാരീരികമായ അധ്വാനമില്ല, 10 പൈസയുടെ മുടക്കിൽ ഒരു വിഷമവും ഇല്ല. ഊരിനു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിന്, നീരിനു വേണ്ട നിജ താരങ്ങൾ വേണ്ടതിന്, നാരായണ അച്യുത ഹരേ നാം മാത്രം മതി. അപ്പൊ ജപിച്ചോളണം. അപ്പൊ ജപിച്ച് 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 എല്ലാ അനുഭവങ്ങളും നേടാൻ മഹാമായി ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഭാഗവത സംഗ്രഹമാണ് വായിക്കുക. 18,000 ശ്ലോകങ്ങള്, 12 സ്കന്ധങ്ങള്, 335 അധ്യായങ്ങളും 10 ലക്ഷണങ്ങളും ചേർന്ന മഹാപുരാണം ഒരധ്യായം കൊണ്ട് വായിച്ച് കേൾപ്പിക്കുകയാണ്. ശ്രദ്ധാഭക്തിയോടെ കേൾക്കുക. ഓരോ കഥാപ്രകരണങ്ങൾ വായിച്ചു കഴിയുമ്പോഴും ഭാഗവതത്തിന്റെ മൂലമന്ത്രമായിരിക്കുന്ന ഓ നമോ ഭഗവതേ വാസുദേവായ മന്ത്രം ഉച്ചത്തിൽ ജപിച്ചുകൊണ്ട് വേണം എല്ലാവരും സംഗ്രഹം കേൾക്കാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ.